22 days out from my first natural body building competition. നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് ലുക്ക് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാർബ്സ് എക്സ്ട്രാ ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബോഡി അത് എത്രത്തോളം നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും, അതുപോലെ ഒത്തിരി വാട്ടർ കയറി ബോഡി നശിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കോമ്പറ്റീഷന് തലേദിവസം ചെല്ലുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് അസസ്മെന്റിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്തു നോക്കുന്നത്. അപ്പോൾ ജനറലി ഉള്ളതിൽ നിന്ന് ഞാൻ പൊട്ടറ്റോസിന്റെ അളവ് കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ ഇന്നത്തെ കാർബ് ലോഡ് എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇന്ന് ജോലി ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് മീൽ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വർക്കൗട്ടിന് ചെയ്യുന്നു. എല്ലാം 3 സെറ്റ് തന്നെ. ഫ്രണ്ട് പുൾ ഡൗൺ, അതിന്റെ കൂടുതൽ സൂപ്പർ സെറ്റ് ആയിട്ട് ഡംബൽ പ്രസ്, അത് കഴിഞ്ഞിട്ട് ഡംബൽ ഷ്രക്സ് ചെയ്തു, ഡംബൽ റോസ് 3 സെറ്റ്, ലോ കേബിൾ റോ 3 സെറ്റ്. അത് കഴിഞ്ഞ് എന്റെ റിയർ ഡെൽറ്റും അപ്പർ ബാക്കും പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ആകുന്ന ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് 2 കൈ വെച്ചും ചെയ്തു. അത് കഴിഞ്ഞ് റിയർ ഡെൽറ്റ് മാത്രം ആക്ടിവേറ്റ് ആകുന്ന രീതിയിൽ സിംഗിൾ ആം വെച്ചും ചെയ്തു. പിന്നെ സ്റ്റിഫ് ആം പുൾ ഡൗൺ ചെയ്തു. ഇതാണ് ഓൾഡ് സ്കൂൾ വേ. ബെൻഡ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ രണ്ടും മാറി മാറി ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് ഡംബൽ സൈഡ് ലാറ്ററൽ റൈസസ്, 30 ഡിഗ്രി ഇൻക്ലൈൻ ഡംബൽ പ്രസ്സും. അത് ചെയ്ത് കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ ഈ ബെഞ്ച് 30 ഡിഗ്രിയിൽ നിന്ന് സ്ട്രെയിറ്റ് ആക്കി ഇടും. എന്നിട്ട് മാക്സിമം സ്ട്രെച്ച് കിട്ടുന്ന രീതിയിൽ, സ്ട്രെച്ച് പോകുന്നത് സെറാറ്റസും അതായത് റിബ്സിന്റെ താഴെയുള്ള ആപ്സ് പോലെ തോന്നിക്കുന്ന ഒരു മസിലും പിന്നെ ചെസ്റ്റിനും മാക്സിമം സ്ട്രെച്ച് കിട്ടുന്ന പോലെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്കാപ്പുലർ റിട്രാക്ട് ചെയ്ത് മാക്സിമം ചെസ്റ്റിന് തന്നെ ടെൻഷൻ കിട്ടുന്ന രീതിയിൽ പെക്ഡക്കും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കേബിൾ ക്രോസ് ഓവർ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിന് പകരം ഡംബലിന്റെ ഫ്ലൈസ് ആണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാർബിനെ ബേസ് ചെയ്ത് ഇതാണ് നമ്മുടെ പ്രസന്റിലുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ പുഷ് ചെയ്ത് നോക്കിയാൽ കൊള്ളാവുന്നുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഡേ തുടങ്ങിയിട്ടേ ഉള്ളൂ. വെള്ളവും എല്ലാം കൂടെ കയറി കഴിയുമ്പം എങ്ങനെ ബോഡി ചേഞ്ച് ആകും എന്നുള്ളത്, പ്രത്യേകിച്ച് എന്ത് ചേഞ്ച് കാര്യമായിട്ട് വന്നറിയണമെങ്കിൽ നാളത്തേക്ക് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നാളെ രാവിലത്തെ എൻ്റെ ചെക്ക് ഇൻ ടൈമിൽ എന്താണ് ബോഡി കാണിക്കുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ ഇനി അങ്ങോട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അതായത് കാർബ് ഇനി കുറയ്ക്കണോ അതോ ഇനിയും കൂട്ടണോ, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നത് എനിക്കിനിയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മാത്രമല്ല ഒരു മീൽ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് പുറത്തുനിന്ന് കഴിക്കാനാണ്. അത് ഞാൻ കഴിച്ചത് ഈ ഒരു മസാല ദോശയാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ നടന്ന് നമ്മുടെ സ്റ്റെപ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് മേടിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ഇപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ടല്ലോ. എല്ലാം റീസ്റ്റോക്കും ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബാക്കി പൊട്ടറ്റോസിന്റെ ബാക്കിയും കുറച്ച് ബീഫും കഴിച്ച് ഇതായിരുന്നു നമ്മുടെ ഫൈനൽ മീൽ എന്ന് പറയുന്നത്. സമയം ഇത്ര ആയെങ്കിൽ പോലും ഇപ്പോഴും പുറത്ത് നല്ല വെയിലാണ്. പെട്ടെന്നൊരു ആവശ്യത്തിൽ റൂം കണ്ടപ്പം ഒന്ന് വൃത്തിയാക്കാം എന്നോർത്ത് നമ്മൾ കുറച്ച് പോഡ്കാസ്റ്റ് ഒക്കെ കണ്ട് ആ ഡേ ഫിനിഷ് ചെയ്ത് കിടന്നുറങ്ങി.